ഹായ് ഫ്രണ്ട്സ്, ഉമ്മുസ് റജു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു സ്കേർട്ടും ടോപ്പും ഒരു കിഡ്സിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിനിങ്ങനെ കട്ട് വർക്കുള്ള ഒരു ഫാബ്രിക്കാണ് കസ്റ്റമർ നമുക്ക് കൊണ്ടുവന്നത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് കസ്റ്റമറാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നാട്ടിലായപ്പോൾ വീണ്ടും എൻ്റെ കയ്യിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട്, അപ്പം മെറ്റീരിയൽ കണ്ടോ, കട്ട് വർക്കാണ്. കട്ട് ബീഡ്സ് കൊണ്ട് ബോർഡറൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഹെവി മെറ്റീരിയലാണ്. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത് എനിക്കതിൻ്റെ അവസ്ഥ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫൂട്ട് വാങ്ങുന്നത്, ഇത് ബീഡ്സിൻ്റെ ഫൂട്ട് വാങ്ങുന്നത്. ഇത് ഈസി ആയിരിക്കും എന്ന് കരുതി ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തോന്നിയത് മുകളിൽ കൂടെ പ്രസ് ചെയ്ത്, അതായത് ഒരു തുണിയിലേക്ക് ഈ മെയിൻ മെറ്റീരിയൽ വെച്ച് ലൈനിങ്ങിലേക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നീഡിലൊന്നും പൊട്ടിപ്പോകുന്നില്ല. പക്ഷേ സ്ലോലി സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ചാക്കി പ്രസ് ചെയ്ത് എല്ലാം നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ ഈ ഒരു ഫൂട്ട് പറ്റും കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഈസിയാണ്. മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഇത് ആം ഹോളൊക്കെ ജോയിൻ്റ് ചെയ്യാൻ സമയത്തൊക്കെ നമ്മൾ ഉള്ളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യില്ല. ആ സമയത്ത് പുറത്ത് ഇതിൻ്റെ തുണി മറിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു പോർഷനൊക്കെ വരുമ്പോൾ അപ്പുറത്തെ വശത്ത് ഈ കട്ട് ബീഡ്സ് എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും, മനസ്സിലായില്ലേ? അങ്ങനെ തന്നെ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് 4 ലെയർ തുണി വരുമ്പോൾ 2 ലൈനിങ്ങും സെൻറ്ററിൽ 2 മെയിൻ പീസും ആണല്ലോ വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ നീഡിൽ ഇതിൽ ടച്ച് ആവുന്നുണ്ട്, ഇത് നീഡിൽ പൊട്ടിപ്പോവും, അങ്ങനെയൊക്കെ അവസ്ഥ വരുന്നുണ്ട്. ഇങ്ങനെ പുറമെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയാണ്. അപ്പോൾ എളുപ്പമാണ്, പക്ഷേ എളുപ്പമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഒരു ദിവസം മുഴുവൻ എടുത്ത് ഈ ഒരു ടോപ്പ് സ്റ്റിച്ചാക്കി എടുക്കാൻ അത്രയും റിസ്ക് എടുക്കേണ്ടി വന്നു ഈ ഒരു ഇത് കാരണം. അത് കഴിഞ്ഞ് സ്റ്റിച്ചാക്കി രാത്രി 11:45 കൊണ്ടുപോയി കൊടുത്ത സാധനമാണ് ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. ഷോപ്പിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതിൻ്റെ സ്ലീവ് കണ്ടില്ലേ, സ്ലീവ് പഫ് സ്ലീവ് ആണ്. അതിൽ നിന്ന് നമ്മളൊരു ബട്ടർഫ്ലൈ സ്ലീവ് അതിൻ്റെ ബോർഡർ പീസ് വെച്ച് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തെടുത്താണ് കേട്ടോ. അതായത് സ്കേർട്ടിന് കൊടുത്ത മെറ്റീരിയലിൻ്റെ ബോർഡർ പീസ് മാത്രം എടുത്തിട്ട് സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്തതാണ് കേട്ടോ.